കോഴിക്കോട് നഗരത്തിലേക്ക് വരുമ്പോൾ വീണ്ടും സ്വകാര്യ ബസ്സുകൾ തമ്മിൽ ഇടിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. സമയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഒരു ഇടിയിൽ കലാശിച്ചത്. 2 യാത്രക്കാർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ കൂടിയുണ്ട്. ടി നന്ദഗോപാൽ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, ഇതൊരു നിസ്സാരമായ സംഗതിയായി കാണാൻ കഴിയില്ല. വലിയൊരു ക്രിമിനൽ മെന്റാലിറ്റി കൂടെ ഇതിന് പിന്നിലുണ്ട്. കാരണം സ്വന്തം ബസ് ഇടിപ്പിച്ചു കൊണ്ടുപോലും ആ ഒരു വൈരാഗ്യം തീർക്കുന്ന ആ നടപടിയെ, അതിന് 6 മാസത്തെ സസ്പെൻഷനൊന്നും മതിയാവില്ല. ഇതിപ്പോൾ ആദ്യത്തെ സംഭവം അല്ല എന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ജിൽസി, യാത്രക്കാരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്നും മാവൂരിലേക്ക് പോവുകയായിരുന്ന 2 ബസ്സുകൾ, നീള ബസ്സും മലബാർ ബസ്സും. അതിൽ നീള ബസ് ആദ്യം എടുക്കുകയും പിന്നീട് സമയത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് പിന്നിൽ വന്ന മലബാർ ബസ് ഇങ്ങനെ നീള ബസ്സിനോട് ഇടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ ഈ മലബാർ ബസ് ഈ നീള ബസ്സിനെ ഇടിപ്പിക്കുന്നത് കാണാം. അതിൽ തന്നെ സമീപത്ത് ഈ സൈഡ് സീറ്റുകളിലൊക്കെ യാത്രക്കാരുണ്ട്, നിരവധി യാത്രക്കാരുണ്ട്. അവരെ പോലും വകവയ്ക്കാതെയാണ് ഇങ്ങനെ റോഡിലെ പക പരസ്യമായി തന്നെ ബസ് ഇടിപ്പിച്ചുകൊണ്ട് നടത്തുകയും ചെയ്യുന്നത്. സംഭവത്തിൽ 2 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇവർക്ക് നിസ്സാരമായ പരിക്കാണ്. പ്രാഥമികമായ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിടുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ട് മാത്രമായിട്ടില്ല. ഒരുപക്ഷെ അത് വലിയ അപകടത്തിലേക്ക് ഉൾപ്പെടെ നീങ്ങുമായിരുന്നു എന്നുള്ളതാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ചെറിയ പരിക്കിൽ ഇത് അവസാനിച്ചത്. ഏതായാലും സംഭവത്തിൽ നടക്കാവ് പോലീസിന് നീള ബസിന്റെ ഉടമകൾ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പരാതി നൽകിയിട്ട് പോലും കാര്യമായ നടപടികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സമാനമായ സംഭവങ്ങൾ നിരവധി തവണ കോഴിക്കോട് ജില്ലയിൽ മാത്രം ആവർത്തിച്ചിട്ടും ഇതിന് ശാശ്വതമായി നിർത്താനുള്ള ഒരു നടപടിയും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.